ഗൗരീസ് കുക്ക് ട്യൂബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അയിലക്കൊഴുവ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് അയില തിരിയാനെന്നും പറയും. ഈ മീൻ കണ്ട ചെറിയ അയില പോലെയൊക്കെ തോന്നും. വാൽഭാഗത്തൊരു അരുമ്പുണ്ട്. അപ്പോൾ വെട്ടിയ ശേഷം തൊലിയൊക്കെ ഉരിച്ചിട്ട് വേണം എടുക്കേണ്ടുന്നത്. ഒരുപാട് വലുപ്പം വയ്ക്കത്തില്ല, എന്നാലും കുറച്ചുകൂടെ വലുതാവും. കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് മസാലയൊക്കെ അതിനകത്ത് നന്നായിട്ട് പുരട്ടി വയ്ക്കാൻ പറ്റും. നല്ല സോഫ്റ്റായിട്ടുള്ള മീൻ. മൊത്തത്തിൽ 1.25 കിലോ മീനുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 1 കിലോ മീനോടടുത്ത് വരും. ഇതാ മീനിൻ്റെ മുട്ട. ഞങ്ങളിവിടെ പരിഞ്ഞിലെന്നാണ് പറയുന്നത്. വിളഞ്ഞ മീനായതുകൊണ്ട് നമുക്ക് ഇത്രയും കിട്ടിയത്. ഉപ്പ് നീരോ അല്ലെങ്കിൽ ഈ മീനിൻ്റെ മസാല പുരട്ടിയോ വറുത്തെടുക്കാം. ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കി വെച്ചിരുന്ന ഈ ജാറിൽ തന്നെ മീൻ വേണ്ട മസാലയും കൂടെ അരച്ചെടുക്കാം. കുരുമുളക് 1 ടേബിൾ സ്പൂൺ, മല്ലി 1 ടീസ്പൂൺ, പെരിഞ്ചീരകം 1 ടീസ്പൂൺ, കല്ലുപ്പ് 1 ടീസ്പൂൺ. ഇത്രയും കൂടി ചേർത്ത് നമുക്ക് വെള്ളം ഒഴിക്കാവുന്ന പൊടിച്ചെടുത്തിട്ട് വരാം. വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇത്രയും എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒന്ന് മുറിച്ച് ചേർക്കാം വലുതായതുകൊണ്ട്. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, 1 നെല്ലിക്ക വലുപ്പത്തിൽ പുളി കുതിർത്ത് വെച്ച് കട്ടിയിലൊന്ന് പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഇഞ്ചി കഷ്ണങ്ങളൊന്ന് മുറിച്ച് ചേർക്കുമ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. തീരെ അങ്ങനെ നൈസായിട്ട് അരയ്ക്കേണ്ട, ഇതുപോലെ ചെറിയ തരിയോടെ കൂടി അരച്ചാൽ മതി. ഇനി 1/2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ കോൺഫ്ലവർ. എല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി മിക്സി ജാറ് കഴുകിയാൽ കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. നമുക്ക് 1/2 ടീസ്പൂൺ പൊടിയും കൂടെ ചേർക്കാം. ഈ ഒരു പരുവത്തിന് കുഴച്ചെടുത്താൽ മതി. ഇനി മീനിലേക്ക് മസാല നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. കൈകൊണ്ട് തന്നെ പുരട്ടണം, അപ്പോഴാ മസാല എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കത്തുള്ളേ. അതിനുശേഷം 20 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിത് പൊരിക്കാൻ തുടങ്ങാം. ഇപ്പോഴും 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. മുങ്ങിക്കിടക്കുന്ന മാതിരി അളവിൽ ഒഴിച്ച് വറുത്തെടുക്കുന്നില്ല. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ട് മീനിട്ടൊരു പകുതി വേഗമാകുന്നത് വരെ തീ കൂട്ടി തന്നെ ഇടണം. മീനെല്ലാം ഇതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് അതിലുള്ള മസാലകൾ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ പകുതി വേഗമായിട്ടുണ്ട്. ഒന്ന് തിരിച്ചിട്ട് നോക്കുമ്പോൾ ലൈറ്റ് ബ്രൗൺ കളർ വരണം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട ശേഷം തിരിച്ചിടാം. ഈ ഒരു കളർ വരുമ്പോൾ വേണം തിരിച്ചിടേണ്ടുന്നത്. ഇനി തീ കുറച്ച് വെച്ചിട്ട് ചെറിയ തീ കിടന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. ഇടയ്ക്കിടയ്ക്കൊന്നും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കണം. ഈ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മൊരിയാൻ വേണ്ടി. ഇപ്പോൾ നമ്മുടെ മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കി കുറച്ച് മീൻ ഇരിക്കുന്നതും കൂടെ ഇതുപോലെ വറുത്തെടുക്കാം. ആ മീനിൻ്റെ മുട്ടയും കൂടെ സൈഡ് ഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഉപ്പ് മാത്രമേ ഞാനത് ചേർക്കുന്നുള്ളൂ, മസാല പുരട്ടാതെ വയ്ക്കുന്നത്. മീനിൻ്റെ മുട്ടയിൽ തേങ്ങയും പച്ചമുളകും ഉള്ളിയൊക്കെ ചേർത്തിട്ട് പൊരിച്ചെടുക്കാം. അതും നല്ല ടേസ്റ്റാണ്. എളുപ്പത്തിന് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ മീൻ നല്ല ഫ്രൈ ആയിട്ടുണ്ട്. ഇതങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് ഈ പരിഞ്ഞിൽ നല്ലപോലെ 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കിയെടുക്കുമ്പോൾ മസാല പുരട്ടി വറുത്ത് അതേ ടേസ്റ്റ് കിട്ടും. വെളുത്തുള്ളിയുടെയും കുരുമുളകിൻ്റെയൊക്കെ നല്ല മണവും രുചിയുണ്ട്. അതുപോലെ എരിവും പുളിയുള്ളൊരു മീൻ ഫ്രൈ ആയത്. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. വീണ്ടും കാണാം. താങ്ക് യു.